ജീവിതത്തിൽ ആദ്യമായിട്ട് കാന്തപുരം പറഞ്ഞ ഒരു സത്യം, ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരു രൂപത്തിലും പ്രയാസപ്പെടുന്നില്ല, ഒരു രൂപത്തിലും അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. വളരെ ശരിയാണ്. മുസ്ലിങ്ങൾ കാരണം മറ്റുള്ളവരാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അവർക്ക് RSSനോട് അവർക്ക് വെറുപ്പാണ്, BJPയോട് അവർക്ക് വെറുപ്പാണ്, മുസ്ലിങ്ങളോട് അവർക്ക് വെറുപ്പാണ്, മുസ്ലിം ആരാധനാലയങ്ങളോട്, അവരുടെ ആഘോഷങ്ങളോട്, അവരുടെ വിശ്വാസങ്ങളോട്, അവരുടെ ആരാധനകളോട്, അവരുടെ വിശുദ്ധ പുസ്തകങ്ങളോട് ഒക്കെ ഇവർക്ക് വിരോധമാണ്. തുളസിത്തറയിൽ അടിമുടി പറിച്ചിട്ടവനാരായിരുന്നു? മുഹമ്മദീയനായിരുന്നു. ബൈബിള് കത്തിച്ച് അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചവനാരായിരുന്നു? യേശു പിഴച്ചു പറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞവനാരായിരുന്നു? അമ്പലത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞവനാരായിരുന്നു? മുസ്ലിം സ്ത്രീ മുസ്ലിം ഡോക്ടറെ തന്നെ കാണണം എന്ന് പറഞ്ഞതാരായിരുന്നു? ഓണസദ്യ കഴിക്കരുത്, ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്. അതിനേക്കാൾ ഞാൻ കാണുന്നത് നിങ്ങളോടൊപ്പം അത്രയും കാലം ജീവിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് മുറിയനെ മതം മാറ്റാത്തത് എന്നാണ് സിംസാറുൽ ഹക്ക് ചോദിച്ചത്. അപ്പം ഇതുപോലെയുള്ള ആളുകൾ ശരിക്ക് ഈ രാജ്യത്തിന്റെ സമാധാനം കാർന്നു തിന്നുവാണ് ചെയ്തത്. ഈ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ജീവിക്കാൻ, പക്ഷെ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കി തീർക്കുന്നത് ഇതുപോലെയുള്ള ഹസ്നമാരാണ്. ഒരു താനൂർക്കാരി ഹസ്ന നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വെല്ലുവിളിച്ച് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? രാജ്യത്തെ നിയമം അനുസരിച്ച് എവിടെ പോയാലും അന്തസ്സോടുകൂടി ജീവിക്കാം, പക്ഷേ ഇവരുടെ രാജ്യത്തെ നിയമങ്ങളല്ലേ പാസ്സാക്കാൻ ശ്രമിക്കുന്നത്? അല്ലേ? ഇവർക്ക് എവിടെ പോയാലും ഇവരുടെ മുന്തിയ കൊമ്പും തുമ്പിക്കൈയുമുള്ള ശരീഅത്ത് നിയമം വേണം. ആ ശരീഅത്ത് നിയമമുള്ള രാജ്യങ്ങളിൽ നിന്നല്ലേ ഇവർ അഭയാർത്ഥികളാക്കപ്പെട്ടത്? അങ്ങോട്ട് തന്നെ വലിഞ്ഞു കയറി പോയാ പോരെ? മറ്റ് രാജ്യങ്ങളിലുള്ളവർ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കില്ലേ? ഇവർക്കും സ്വൈര്യമില്ല, സമാധാനമില്ല. ഇവര് ചെന്ന് കയറുന്നിടത്തും ഇവർ സമാധാനം കൊടുക്കില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും ഇവര് പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ രാജ്യത്ത് ഇന്ത്യയിൽ എത്രയോ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തരും മനസമാധാനത്തോടുകൂടി അവനവന്റെ മതവിശ്വാസം അനുസരിച്ച് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോകുമ്പോൾ ആർക്കാണ് ആ സമാധാനം നശിപ്പിക്കാൻ ഒരു ആഗ്രഹം എന്ന് നോക്കിക്കോ. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം. ഇത് മറ്റെവിടെയുമല്ല, കേരളത്തില് മലപ്പുറത്ത് താനൂരിൽ നിന്നൊരു സ്ത്രീ വിളിക്കുന്ന വെല്ലുവിളിയാണ്. ഒന്ന് കേട്ടോളൂ. നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു തർക്കങ്ങളുമില്ല. നമ്മൾ എത്രയോ സന്തോഷമായിട്ട് സമാധാനമായിട്ടാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ കളയുന്നത് അവര് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഇവര് ഇസ്ലാം എന്തോ വളരെ സമാധാനത്തിന്റെ സന്ദേശമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതല്ല, ഇസ്ലാമിൽ ഫോബിക് അല്ല, ഇസ്ലാം ആകെ മൊത്തം ടോട്ടൽ ഭീകരതയാണ് എന്ന് പറയേണ്ടി വരുവാണ് നമുക്ക്. താനൂർക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഈ കേരളത്തിൽ എന്തിന്റെ കുറവാണ് എന്ന് ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ പറയണം. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മോനിക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഓന്റെ അച്ഛൻ എവിടുന്ന് ജനിച്ചു? ഈ അമിത്ഷാന്റെ അച്ഛന്റെ അച്ഛന് ഏത് നാട്ടിൽ നിന്ന് ജനിച്ചിട്ട് വന്നവനാണ്? ഓൻ ഇസ്ലാമിൽ പറഞ്ഞവനല്ലേ? ഓന് രണ്ടാമത് ഏതോ തെണ്ടിക്ക് ജനിച്ചിട്ട് ചായ കാച്ചുന്നവനെ കൊണ്ടാന്നിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആക്കിയിട്ട് ഒരു ഇസ്ലാമിനെ പേടിപ്പിക്കാനും വേണ്ടി ഒരുത്തരും ഈ നാട്ടിലേക്ക് വരണ്ട. ഇന്ത്യക്കും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കുമെതിരെ വീഡിയോ ഇറക്കി മുസ്ലിം യുവതി. കടുത്ത രാജ്യവിരോധവും തീവ്രവാദവും പറയുന്ന ഈ സ്ത്രീക്കെതിരെ കേരള പോലീസ് ഇതുവരെ അന്വേഷണവും നടപടിയും എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാട്ടാനും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താനും കഴിയണം. ഇനിയും പോലീസ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം കണ്ടിട്ടില്ലെങ്കിൽ പോലീസിന്റെയും കേരള സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഈ വിഷയം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. മലപ്പുറം ജില്ലയിൽ താനൂർ മേഖലയിലാണ് ഈ യുവതി ഉള്ളതെന്നാണ് വിവരങ്ങൾ വരുന്നത്. താലിബാൻ മോഡൽ കടുത്ത ഭീകരവാദം ഇത്തരത്തിൽ പറയുമ്പോൾ ഇന്ത്യക്കെതിരായ ശത്രുക്കൾ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതിന് വലിയ തെളിവാണിത്. രാജ്യത്തെ നിയമസംഹിതയെയും ഭരണത്തെയും അംഗീകരിക്കില്ലെന്ന് പരസ്യമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രിയെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശിക്കുന്നത്.
ഇസ്ലാമായി ജനിച്ച ആരും ഇവരെ സയാൻ ഓൾ മുസ്ലിംസ് ബാഡ് അല്ല. ഒരു കാര്യം ചെയ്ത് സയാൻ, അതിന്റെ തൊട്ടു മുമ്പ് എഴുതിയിരിക്കുന്ന ഷെബീർ കണ്ടോ, ഷെബീർ NSന്റെ കമന്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. കണ്ടോ, ഇവനെ പോലെയുള്ള നല്ല തന്തയ്ക്ക് പിറക്കാത്ത നാറികൾ കാരണമാണ് മുസ്ലിങ്ങൾ മൊത്തവും കുഴപ്പക്കാരാണ് എന്ന് പറയേണ്ടി വരുന്നത്. അവരിൽ ഒരു പക്ഷേ വിരലിലെണ്ണാവുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ ഉണ്ടായേക്കാം. അവർ ഇതുപോലെയുള്ള നല്ല തന്തയ്ക്ക് പറക്കാത്ത മക്കളെ പ്രതിരോധിച്ചിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇവരൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തു പറയണം, എന്തു പറയാൻ പാടില്ല. നമ്മൾ ഈ അനാവശ്യങ്ങൾ പറയുമ്പോൾ അത് വന്നു ചേരുന്നത് ഇസ്ലാമിന്റെ അക്കൗണ്ടിലാണ്. കാരണം നമ്മൾ മുസ്ലിം നാമം ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇതാര് മനസ്സിലാക്കണം? സയാനെ, സയാൻ ഒരു കാര്യം ചെയ്യും, ആ ഷെബീർ NS എന്ന് പറയണവനൊരു മറുപടി ഒന്ന് കൊടുത്തേ. നോക്കട്ടെ നിങ്ങളുടെ ഇസ്ലാം എവിടെ നിൽക്കുന്നു എന്നൊന്ന് നോക്കട്ടെ. ഒന്ന് നോക്കുന്നു. അവന്റെ ഉമ്മയെ കുറിച്ചിട്ടാണ് അവൻ ഈ പറയുന്നത്. ഷെബീറിന്റെ ഉമ്മ ആ നാട്ടിലെ ഏറ്റവും വലിയ പോരായ്മയുള്ള സ്ത്രീയായിട്ട്, ഒരു വേശ്യാ സ്ത്രീയായിട്ട് മാറിയത് ഷെബീറിന്റെ വാപ്പാട പിടിപ്പ് കേടുകൊണ്ടല്ലേ. അതിനിപ്പോ നമ്മളോട് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഷെബീറിന്റെ ഉമ്മ പിഴച്ചവളായതും അങ്ങനെ ഒരു പിഴച്ച ഷെബീർ എന്ന ജന്മത്തെ സൃഷ്ടിച്ചു വിട്ടതും നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? ആണോ? അത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നല്ല വാപ്പായ്ക്ക് ജനിക്കാത്തത് കൊണ്ടുള്ള തകരാറല്ലേ ഷെബീറിന്? നല്ല തള്ള നല്ല രൂപത്തിൽ നിക്കാഹ് കഴിപ്പിച്ച് ഹലാലായ മാർഗത്തിൽ ഒരു ഭർത്താവുമായി ബന്ധപ്പെട്ടുണ്ടായ സന്തതിയായിരുന്നെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ പൂരത്തെറി എഴുതി വെക്കുവോ? അപ്പോൾ ഷെബീറിന്റെ ഉമ്മ ഏത് തരക്കാരിയാണ്? ഷെബീറിന്റെ വാപ്പ ഏത് തരക്കാരനാണ്? രണ്ടും പിഴയാണ് എന്നല്ലേ അവന്റെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു സ്ത്രീയോട് എന്ത് പറയണം? അവന്റെ ഉമ്മ ലോക പിഴയായത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ പറയരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എഴുതിയിടുമ്പോൾ അത് കണ്ടില്ല എന്ന് എങ്ങനെയാ നടിക്കുക? പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ പറയുന്നത് വസ്തുതാപരമല്ലേ. നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവരാരെങ്കിലും ഏതെങ്കിലും മതത്തിന്റെ നേതാക്കന്മാരാൽ, മതസംഘടനകളാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? അവർക്ക് വസ്തു വാങ്ങിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് ബിസിനസ് തുടങ്ങാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനോ കുട്ടികളെ പഠിപ്പിക്കാനോ പബ്ലിക്കായിട്ട് ഇവർക്ക് ഇത് നമസ്കരിക്കാനോ അവർക്ക് പള്ളി ഉറൂസുകളിൽ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ, വഴിപാടുകൾ, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ അത് നടത്താനോ നബിദിനത്തിന്റെ ഘോഷയാത്ര നടത്താനോ മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ എന്തെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ട് ഈ കേരളക്കരയിലുണ്ടോ? ഇല്ല. എന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ രൂപത്തിൽ പൂരത്തെറി വിളിച്ച് ഒരു സ്ത്രീ രംഗത്ത് വരണമെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേറെ ആളില്ലേ അവർക്ക് പിന്നില്? ഇല്ലേ? ഒരു സ്ത്രീ, ഒരു 10, 25, 30 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ LKGയിൽ പഠിക്കുന്ന കുട്ടിയെ മടിയിലിരുത്തി പഠിപ്പിക്കുവാണ്. മോളെ, ഇന്ത്യയെ രക്ഷിക്കാൻ നീ എന്ത് ചെയ്യും? അപ്പൊ ആ കുട്ടി പറയാണ്, നരേന്ദ്രമോദിയെ ഞാൻ കൊല്ലും. അപ്പൊ ഈ സ്ത്രീ പൊട്ടിച്ചിരിച്ച് കൈയടിച്ച് വീഡിയോ പിടിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇടുവാണ്. എന്റെ കുട്ടി നരേന്ദ്രമോദിയെ കൊന്ന് ഈ രാജ്യത്തെ രക്ഷിക്കും. 5 വയസ്സു മുതൽ തുടങ്ങുവാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ചോരക്കൊതി എത്തിക്കാൻ. എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മതവിശ്വാസികൾക്കും ബുദ്ധിമുട്ടില്ല. ഒരു പരിധി വരെ വേണമെങ്കിൽ ഈ മുസ്ലിം തീവ്രവാദികൾ കാരണം ആ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം നിർമ്മല കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം. സെന്റ് പീറ്റേഴ്സ് പബ്ലിക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് അപ്പിക്കുപ്പായം ഇടണം. നീറ്റിന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആൾമാറാട്ടം നടത്താൻ വേണ്ടിയിട്ട് ആകെ മൂടിയ കുപ്പായവുമായിട്ട് പോകണം. ഇവർക്ക് ആശുപത്രിയിൽ പോകാൻ പാടില്ല. വീട്ടിൽ പെറ്റിട്ട് കുട്ടികളെ കൊല്ലണം, സ്ത്രീകളെയും കൊല്ലണം. ഇവര് കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. അതല്ലാതെ മുസ്ലിങ്ങൾ ഒരു രൂപത്തിലും എവിടെയും പീഡിപ്പിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീ തുടരട്ടെ അല്ലെ? അംഗീകരിക്കില്ലെന്നും പറയുന്നു. മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളുടെ പേരിലുമാണ് യുവതി വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ഇനി ഇതേ യുവതിയുടെ ഇന്ത്യയിൽ ഇരുന്ന് രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഈ ഭാഗം കൂടി കേൾക്കുക. ഏത്
കൊമ്പത്തുള്ളവനായാലും ശരി അവനെ താഴെ ഇറക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്റെ ഇസ്ലാം ഉടപ്പറപ്പിങ്ങളുടെ എല്ലാവരുടെയും ഒരേ ശബ്ദത്തിൽ ഞാൻ പറയാം, ഒരു അമിത്ഷാന്റെ മുമ്പിലും ഒരു മോദിയുടെ മുന്നിലും ദജ്ജാൽമാരുടെ മുന്നിലും ഞങ്ങൾ കുമ്പിടില്ല. കാരണം നമ്മുടെ ഖുർആൻ അന്ന് പറഞ്ഞതാണ്, ഈ ദജ്ജാൽ വരും, ഈ ദജ്ജാലിനെ നേരിടാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരിടാൻ മുന്നോട്ട് വരും. മതം തലയ്ക്ക് പിടിച്ച ആവേശത്തിൽ രാജ്യത്തെയും മറ്റു മതവിഭാഗക്കാരെയും ഇന്ത്യയിലെ നിയമങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞ ഈ യുവതി പിന്നീട് മലക്കം പറഞ്ഞു. ഇന്ത്യയിലെ ഭരണ സംവിധാനം മുസ്ലിങ്ങൾ ചേർന്ന് അട്ടിമറിക്കുമെന്നും ഇന്ത്യയിലെ ഭരണ സംവിധാനം അംഗീകരിക്കില്ലെന്നും പരസ്യമായി വെല്ലുവിളി മുഴക്കിയ സ്ത്രീ പിന്നീട് മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വരികയായിരുന്നു. അതിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാം. ഞാൻ എല്ലാവരോടുമായിട്ട്, ഞാൻ ഈ രാജ്യത്തിലുള്ള മൊത്തം ജനങ്ങളോടായിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ്, ഞാൻ ഇന്ത്യയിലാണ് വളർന്നത്. അതിന്റെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെ ഞാൻ ജീവിച്ചത്. പക്ഷെ ഇത് എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഞാനും എന്റെ ഫാമിലിയുമായിട്ട് ഒരു ചെറിയൊരു കളി കളിച്ചതായിരുന്നു. അതിങ്ങനെ എന്റെ അനുവാദം ഇല്ലാതെ ആരോ പുറത്തിട്ടിട്ടതാ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിനെയോ അമിത്ഷാനെയോ ഞാൻ ഒരിക്കലും ഞാൻ താത്തിക്കെട്ടി പറഞ്ഞിട്ടുമില്ല. ഇതിന് തെറ്റിദ്ധരിച്ച് അതിന്റെ വാക്കുകൾ പലതും ഇതിൽ മാറിയിട്ടുണ്ട്. അതെങ്ങനെയാ പുറത്തു പോയതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഇതിന്റെ പിന്നാലെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഈ വീഡിയോ വൈറലാക്കിയ ആരായാലും ഞാൻ അതിന്റെ പിന്നാലെ ഞാൻ കേസിന് പോവുകയാണ്. യുവതി വീഡിയോ രഹസ്യമായി വീട്ടിലെടുത്തതാണെന്നും മറ്റുമാണ് പറയുന്നത്. ഞാനും എന്റെ ഫാമിലിയുമായി ഒരു കളി കളിച്ചതാണെന്നും യുവതി പറയുന്നു. വീഡിയോ എങ്ങനെ പുറത്തായി എന്നറിയില്ലെന്നും യുവതി വ്യക്തമാക്കി. എന്നാൽ ഇത് പച്ചക്കള്ളമെന്ന് ഇതേ യുവതിയുടെ ആദ്യ വീഡിയോ കണ്ടാൽ അറിയാം. കുടുംബത്തിനായി ഇറക്കിയ വീഡിയോ അല്ല ഇതെന്ന് വ്യക്തമാണ്. ഇസ്ലാമിക വിശ്വാസികൾക്കായി ഇറക്കുന്ന വീഡിയോയിൽ ഇവർ പറയുന്നു. മാത്രമല്ല മുസ്ലിം വികാരം ഇളക്കാനാണ് യുവതി ശ്രമിക്കുന്നതും. ആ ഭാഗം കാണുക. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ഞാനൊരു ചോദ്യം, നിങ്ങൾ എല്ലാവരും ഇതിനെതിരെ പോരാടും, ഓക്കെ? എന്തായാലും രഹസ്യമായും വീടുകളിലും ഇത്തരത്തിൽ ഇന്ത്യ വീട്ടിനകത്താണെങ്കിൽ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളോടും പോരാടണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കണം. പ്രവർത്തനവും ക്യാമ്പയിനുകളും സജീവമാണെന്നതിന്റെ തെളിവാണ് രാജ്യത്തിനെതിരായ ഈ കുറ്റകൃത്യം. ഇതിൽ കലാപ ആഹ്വാനമാണ്. മുസ്ലിങ്ങളെ രാജ്യത്തിനെതിരെ പോരാടാനും ഭരണ സംവിധാനം അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അർഹമായ നിയമ നടപടി സ്വീകരിക്കുകയും ഇന്ത്യക്കെതിരായ നീക്കങ്ങളെ തടയുകയും വേണം. ഈ ഇന്ത്യയോട് ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ പറയാനും ഞാൻ ആളല്ല. ദയവ് ചെയ്ത് ഈ വീഡിയോ എത്രയും വേഗം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഇതുപോലെയുള്ള മാധ്യമങ്ങൾ ആരെയും ഭയക്കാതെ നിർഭയം ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ ഇത് നമ്മൾ കാണുന്നത്, അല്ലേ? അതുകൊണ്ട് മാത്രമല്ലേ നമുക്കിവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റുന്നത്. ഇനിയും നിങ്ങൾ പറയണം, ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിങ്ങൾ പരത്തുമ്പോൾ ശരിക്കും ഇസ്ലാം ഭയപ്പെടേണ്ടുന്ന ഒരു സംഗതിയല്ലേ? ഓരോ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ചും ഇവര് അമിത്ഷായ്ക്കും മോദിക്കുമെതിരെ, ഇന്ത്യക്കെതിരെ വലിയ രൂപത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വീട്ടമ്മ ഒരു കുട്ടിയെ അങ്ങനെ പഠിപ്പിക്കുന്നത്. ക്യാമ്പസിൽ കുട്ടികൾ ചെപ്പരിലിക്കറ് ചെരുപ്പ് നക്കികളെ എന്ന് വിളിച്ചിട്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പേരെടുത്തു പറഞ്ഞ് മൈക്കിനു മുമ്പിൽ നിന്ന് വീറും വാശിയോടെയും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും അതേറ്റു വിളിക്കുന്ന ആളുകളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ്? വീടുകളിൽ ഇവർ ഈ രൂപത്തിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നത് കൊണ്ടാണ്. എവിടെയാണ് ഇവര് പ്രശ്നങ്ങളില്ലാത്തത്? എവിടെയാണ് ഇവര് സമാധാനത്തോടുകൂടി ജീവിച്ച ചരിത്രമുള്ളത്? എവിടെയാ? ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ശരി, ഇവര് ചെന്ന് കയറിയിട്ട് ഇവർ അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഈ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിന്റെ ഗോത്ര നിയമങ്ങളാ. മരണക്കിടക്കയിൽ മരണം പ്രതീക്ഷിച്ച് ശ്വാസം കിട്ടാതെ പെടയുമ്പോഴും മക്കളെ, ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ കൊന്നേക്കണേടാ, അവനെയൊക്കെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നാട് കടത്തണേടാ, അവനൊക്കെ ഓടി രക്ഷപ്പെടുമടാ. ആ സമയത്ത് കല്ലും മരങ്ങളും ഒക്കെ ഉണ്ടാകുമടാ. കല്ലിന്റെയും മരത്തിന്റെയും ഒക്കെ പിന്നിൽ പോയി നമ്മളെ പേടിച്ചു ഭയന്ന് ജൂതൻ പോയി ഒളിച്ചിരിക്കുമടാ. അപ്പോൾ ഗർക്കത് എന്ന് പറയുന്ന ഒരു മരമുണ്ടടാ. ആ മരം വിളിച്ചു പറയും, ഡാ എന്റെ പിന്നിലുണ്ടാ, ജൂതൻ വന്ന് കൊന്നോടാന്ന് പറയും. ഇങ്ങനെ ലോകത്തിനു മുഴുവനും വിഷം വാരി വിതറിക്കൊടുത്തിട്ടാണ് അന്ത്യശ്വാസം വലിച്ചത് ഈ പ്രവാചകനെങ്കിൽ എന്ത് രൂപത്തിലുള്ള നന്മയാണ് ഈ മാനവരിൽ മനോഹരനിൽ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ കാണുന്ന നന്മ പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ നമുക്കും സംതൃപ്തം.